ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ? ക്രമത്തിൽ പറയാം. ആദ്യത്തെ മകൾ ആരാ? ആദ്യത്തെ സൈനബ്, പിന്നെ റുഖയ്യ, പിന്നെ ഉമ്മു കുൽസൂം, പിന്നെ ഫാത്തിമ. ഇവരൊക്കെ നുബുവത്തിന് മുമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് 40 വയസ്സിന് മുമ്പ് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പുണ്ടായ കുട്ടികളാണ് ഇവർ. നുബുവത്ത് ലഭിച്ചതിന് ശേഷം 2 കുട്ടികളുണ്ടായത്. അവർ രണ്ടും ആൺമക്കളാണ്. ഒന്ന് അൽ ഖാസിം, പിന്നെ ഒന്ന് അബ്ദുള്ള. ഈ അബ്ദുള്ളയാണ് ത്വയ്യിബ്, താഹിർ എന്നീ സ്ഥാനപ്പേരുകളിൽ അറിയപ്പെടുന്നത്. ത്വയ്യിബ്, താഹിർ. അല്ലേ? ത്വയ്യിബ്, താഹിർ എന്ന വിളിപ്പേരുകളിൽ അറിയപ്പെടുന്നത് അബ്ദുള്ളയാണ്. ഖാസിം എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളിൽ മൂത്ത കുട്ടിയാണ്. ഈ ഖാസിമിലേക്ക് ചേർത്താണ് അബുൽ ഖാസിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കപ്പെടുന്നത്. ഉമ്മുൽ ഖാസിം എന്ന് ഖദീജ റളിയല്ലാഹു തആല വിളിക്കപ്പെടുന്നത്. പക്ഷേ ഇവരൊക്കെ ജനിച്ച ഉടനെ തന്നെ മരിച്ചിട്ടുണ്ട്, കൂടുതൽ ജീവിച്ചിട്ടില്ല. അതിൽ ഒരു കുട്ടി മുലയൂട്ടാൻ പോലും ഇവിടെ വിശ്വസിച്ച് ജീവിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു തആല പ്രസവിച്ച ഉടനെ കരയുന്നുണ്ട്. അത് കരയാൻ കാരണം കുട്ടി മരിച്ചതാണ്. അപ്പോൾ മുലയൂട്ടാനുള്ള ഒരു പൂതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കരയുകയുണ്ടായത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചത് സ്വർഗീയ സ്ത്രീകൾ നമ്മുടെ കുഞ്ഞിനെ മുലയൂട്ടാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായി? ഇവർ മരണപ്പെടുകയുണ്ടായി. സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളിൽ മൂത്ത കുട്ടിയാണ്. ഈ സൈനബിനെ കല്യാണം കഴിച്ചത് അബുൽ ആസ് ഇബ്നു റബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ, ഖദീജ റളിയല്ലാഹു തആലയുടെ മരുമകൻ. ഈ അബുൽ ആസ് അത് ഖദീജ റളിയല്ലാഹു തആലയുടെ സഹോദരി ഹാലയുടെ മകനാണ്. ഖദീജ റളിയല്ലാഹു തആലയുടെ സഹോദരിയാണ് ഹാലയുടെ മകനാണ് ആര്? അബുൽ ആസ്. അപ്പോൾ സൈനബും ഹാലയും തമ്മിൽ എന്താ ബന്ധം? ദമ്പതികളാണെന്ന പോലെ അവർ ജ്യേഷ്ഠത്തിൻ്റെയും അഞ്ചത്തിൻ്റെയും മക്കളാണ്. ഖദീജയുടെ മകൾ സൈനബ്, ഹാലയുടെ മകൻ അബുൽ ആസ്. മനസ്സിലായി? സഹോദരിമാരുടെ മക്കളാണ് സൈനബും അബുൽ ആസും. മനസ്സിലായോ? അബുൽ ആസ് ഇബ്നു റബിയാണ് സൈനബിനെ കല്യാണം കഴിച്ചത്. അബുൽ ആസ് സൈനബ് ദമ്പതികളിൽ ഉണ്ടായ കുട്ടിയാണ് ഒന്ന് അലി, മറ്റൊന്ന് ഉമാമ പെൺകുട്ടി, അലി ആൺകുട്ടിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന് മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒട്ടകപ്പുറത്താണല്ലോ പ്രവേശിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നിലിരുത്തിയിരുന്ന കുട്ടി, ആ കുട്ടി ഈ അലിയാണ്. പേരക്കുട്ടി അലി. സൈനബ് അബുൽ ആസ് ദമ്പതികളുടെ മകൻ അലി. ഈ കുട്ടി ജീവിച്ചിരുന്നില്ല. മക്കം ഫതഹിന് ശേഷം പിന്നീട് കുറച്ച് കാലം ജീവിച്ചുള്ള അദ്ദേഹം മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ ഏറ്റി നമസ്കരിച്ചിരുന്ന ഒരു കുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി ചുമന്ന് നമസ്കരിച്ചിരുന്ന കുട്ടി, ആ കുട്ടിയാണ് ഈ ഉമാമ, റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടി. സൈനബ് അബുൽ ആസ് ദമ്പതികളുടെ മകൾ, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പേരമക്കൾ. ഈ കുട്ടിയും ജീവിച്ചിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്കും ഇവരിലൂടെ സന്താന പരമ്പര ഇവിടെ നിലനിന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ മകളാണ് റുഖയ്യ. റുഖയ്യയെ കല്യാണം കഴിച്ചത് ഉസ്മാനാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് റുഖയ്യയെ അബൂലഹബിൻ്റെ മകൻ ഉത്ബ വിവാഹം അന്വേഷിച്ചിരുന്നു. ഒരു വിവാഹ ഉടമ്പടി നടന്നു റുഖയ്യയുമായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയുക്തനായപ്പോൾ അബൂലഹബ് കൊടിയ ശത്രുവായി. അതുകൊണ്ട് തന്നെ റുഖയ്യയെ അബൂലഹബിൻ്റെ വാശിയിൽ ഉത്ബ ഒഴിവാക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റുഖയ്യയെ കല്യാണം കഴിച്ചു. റുഖയ്യ ഉസ്മാൻ ദമ്പതികളിലാണ് അബ്ദുള്ള എന്ന കുട്ടി ഉണ്ടായത്. ഉസ്മാൻ റളിയല്ലാഹുവിനെ വിളിക്കൽ അബൂ അബ്ദില്ല എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വിളിക്കൽ അബൂ അബ്ദില്ല എന്നാണ്. കാരണം ഈ കുട്ടിയാണ്, ഈ കുട്ടിയിലേക്ക് ചേർത്ത്. റുഖയ്യ ഉസ്മാൻ
ദമ്പതികളുടെ ജീവിതം അത് മക്കയിൽ തുടർന്നു. മദീനയിൽ അവർ ഹിജറ വന്നു. ഇസ്ലാമിൽ ആദ്യമായി ഹിജറ പോയ കുടുംബം റുഖയ്യ ഉസ്മാൻ കുടുംബമാണ്. എവിടേക്ക്? ഹബശയിലേക്ക്. റുഖയ്യയെയും കൂട്ടി ഉസ്മാൻ ഹബശയിലേക്ക് ഹിജറ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലശേഷം ആദ്യമായി ഹിജറ പോയ കുടുംബമാണ് റുഖയ്യ ഉസ്മാൻ കുടുംബം എന്നാണ്. മനസ്സിലായില്ലേ? അവർ ഹബശയിലേക്ക് ഹിജറ പോയി. പിന്നെ ഹബശയിൽ നിന്ന് വന്ന് മദീനയിലേക്ക് ഹിജറ വന്നു. മദീന ഹിജറയ്ക്ക് ശേഷം ബദർ യുദ്ധം നടക്കുന്ന ആ സാഹചര്യത്തിൽ റുഖയ്യ രോഗിയായിരുന്നു, രോഗഗ്രസ്തയായിരുന്നു. മനസ്സിലായ? അതുകൊണ്ട് തന്നെ ഉസ്മാനോട് റസൂലുള്ള പറഞ്ഞ് നിങ്ങൾ ഇവരെ ശുശ്രൂഷിച്ച് മദീനയിൽ നിൽക്കാൻ, ബദറിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ അവരെ പരിചരിച്ച് ഉസ്മാൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ വിജയശ്രീലാളിതനായി ആ വിജയഭേരി മുഴക്കിയിട്ട് മുസ്ലിം സൈന്യം മദീനയിലേക്ക് വരുമ്പോൾ വിജയം ആഘോഷിച്ച് വരുന്ന ആദ്യ സൈന്യം ആദ്യ ആ ടീം മദീനയിലെത്തുമ്പോൾ കേൾക്കുന്ന വാർത്ത റുഖയ്യയുടെ മരണ വാർത്തയാണ്. റസൂലുള്ളാഹിൻ്റെ മകൾ റുഖയ്യയുടെ മരണ വാർത്തയാണ്. ഏതായാലും അവർക്കുണ്ടായ മകനാണ് ഈ അബ്ദുള്ള. ഈ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു കോഴി കൊത്തുകയും ആ വ്രണം അത് പിന്നെ വലിയ ഒരു വിഷയമായി. അങ്ങനെ അതിൽ ഈ അബ്ദുള്ള മരണപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് റുഖയ്യയിലൂടെ സന്താന പരമ്പര ഇവിടെ നിലനിന്നിട്ടില്ല. റുഖയ്യ മരണപ്പെട്ടതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉസ്മാനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഈ ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി കല്യാണം കഴിക്കുന്നത് റുഖയ്യയുടെ വഫാത്തിന് ശേഷമാണ്. ഉമ്മു കുൽസൂമിനെ കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് റുഖയ്യയെ കല്യാണം പറഞ്ഞു വെച്ചതുപോലെ തന്നെ അബൂലഹബിൻ്റെ മറ്റൊരു മകൻ ഉതൈബയുമായിട്ടാണ്. ഉത്ബ റുഖയ്യയെയും ഉതൈബ ഇബ്നു അബീ ലഹബ് ഉമ്മു കുൽസൂമിനെയും വിവാഹം പറഞ്ഞു വെച്ചതായിരുന്നു. പക്ഷേ ഇതേ കാരണം അത് തന്നെയാണ് ഇവിടെയും. അബൂലഹബ് വിവാഹമോചനം നടത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരായിട്ട് വീട് കൂടിയിട്ടില്ല അവർ രണ്ടുപേരും. ഉമ്മു കുൽസൂമിനെ റസൂലുള്ള ഉസ്മാന് കല്യാണം കഴിച്ചു കൊടുത്തു. ഈ ഒരു വിവാഹത്തിൽ ഉമ്മു കുൽസൂമിന് ഇവർക്ക് സന്തതികളുണ്ടായിട്ടില്ല, കുട്ടികളുണ്ടായിട്ടില്ല. ഉമ്മു കുൽസൂമും ഉസ്മാനോടൊത്ത് കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. ഹിജ്റയുടെ 9 ഉമ്മു കുൽസൂം മരണപ്പെട്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുള്ളത് ഏക മകളാണ്. അതാരാണ്? ഫാത്തിമ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ അതിന് മുമ്പായിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. സൈനബും മരണപ്പെട്ടിട്ടുണ്ട്. ഫാത്തിമയിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ദമ്പതികൾക്ക് മക്കൾ ഇവിടെ ജീവിച്ചത്. മനസ്സിലായില്ലേ? ആരൊക്കെ? അൽ ഹസൻ, പിന്നെ അൽ ഹുസൈൻ, പിന്നെ അൽ മുഹ്സിൻ അല്ലേ, പിന്നെ സൈനബ്, പിന്നെ ഉമ്മു കുൽസൂം. 5 മക്കളായിരുന്നു ഫാത്തിമക്ക് ഉണ്ടായിരുന്നത്. ഹസൻ, ഹുസൈൻ, പിന്നെ മുഹ്സിൻ. ഈ മുഹ്സിൻ ചെറുപ്രായത്തിൽ മരിച്ചു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇദ്ദേഹത്തെ കൂടുതൽ കേൾക്കാത്തത്, മുഹ്സിനെ കൂടുതൽ കേൾക്കാത്തത്. സൈനബും ഉമ്മു കുൽസൂം ഒക്കെ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, സൈനബ്, ഉമ്മു കുൽസൂം അവർ പിന്നെ ഫാത്തിമയെ കല്യാണം കഴിച്ചാരാ? അലി ഇബ്നു അബി താലിബ്. ഫാത്തിമ അലി ദമ്പതികൾക്ക് പിറന്ന മക്കളാണ് ഈ 5 പേർ. ഇവരിലൂടെ കുറേ മക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ മക്കളുണ്ട്. ഹസനും മക്കളുണ്ടായിട്ടുണ്ട്, ഹുസൈനും മക്കളുണ്ടായിട്ടുണ്ട്, സൈനബിന് മക്കളുണ്ടായിട്ടുണ്ട്, പിന്നെ ഉമ്മു കുൽസൂമിന് മക്കളുണ്ടായിട്ട്. ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചാരാ? ഈ ഉമ്മു കുൽസൂമിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ ഈ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ച്. അതിൽ റുഖയ്യ, സെയ്ദ് എന്നീ 2 മക്കളും ഉണ്ടായിട്ടുണ്ട്. ഉമറിന് ഉമ്മു കുൽസൂമിൽ റുഖയ്യ, സെയ്ദ് എന്നീ 2 മക്കളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സന്താന പരമ്പര അവർ ഇവിടെ നിലനിന്നിട്ടില്ല. ഉമ്മയും പിന്നെ ഉമ്മു കുൽസൂമും മകൻ സെയ്ദും ഒരു ദിവസം മരിക്കുന്നത്. അവർ ഒരു ദിവസമാണ് ബഖീ ഖബർസ്ഥാനിൽ മറമാടുകയും ചെയ്യുന്നത്. മനസ്സിലായി? അവർ ജീവിച്ചിട്ടില്ല. ഏതായാലും ഇവിടെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സന്താനങ്ങൾ
മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടായ സന്താനങ്ങൾ, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അവരുടെ പേരമക്കൾ, അതാണ് ഇവിടെ ഉണർത്തിയത്.